ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ചാപ്റ്റർ 14 HTML ട്യൂട്ടോറിയൽ ബിഗിനേഴ്സിന്റെ ചാപ്റ്റർ 14 നമ്മൾ നോക്കിയത് കുറച്ച് ഫോമിന്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലെ. HTML ഫോംസ് തുടങ്ങി അതിൽ കുറച്ച് ഇൻപുട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, ഇൻപുട്ട് ടൈപ്സ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഒരു ബേസിക് സിമ്പിൾ ഫോം ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഫോമിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ്. നമ്മൾ ഇതിപ്പോ ഇന്നലെ നോക്കിയതാണ്. സോ ആൻഡ് വൺ തിങ്, ഇപ്പൊ നിങ്ങൾ എന്റെ ചാനലിൽ പുതിയതായിട്ട് കാണേണ്ട ഈ ഒരു സെക്ഷൻ കാണാൻ വരുവാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സോ ആൻഡ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാര്യം ഒരുപാട് പേര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. എനിക്കറിയാം, ഞാനും യൂട്യൂബ് വ്യൂവർ ആയതുകൊണ്ട്, അതായത് നമ്മൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവരാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ വരുന്ന ഒരു ഭാഗമാണ് ഈ സബ്സ്ക്രൈബ് ചോദിച്ചു വരുമ്പോൾ നമ്മൾ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട് അല്ലെ. അത് പക്ഷേ നമ്മൾ നിവൃത്തികേട് കൊണ്ടാണ് ചോദിക്കുന്നതെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. നമ്മളുടെ ചാനൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളാൽ കഴിയുന്ന മാക്സിമം സപ്പോർട്ട് തരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള, അപ്പൊ നിങ്ങൾ സപ്പോർട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അത് നമുക്ക് സജഷൻസ് ഒക്കെ വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ടു കൂട്ടർക്കും ഉപയോഗമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് കമന്റ് ചെയ്യുക, സൊല്യൂഷൻസ് ഒക്കെ പറയാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇതാണ്. ഫോം ആട്രിബ്യൂട്ട്സ്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോം ടാഗ് യൂസ് ചെയ്യുമെന്ന് അല്ലേ. അപ്പം ഈ ഫോം ടാഗിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ഇന്ന് നോക്കുന്നത്. ഫോമിന്റെ അകത്ത് നമ്മൾ കുറെ എലിമെന്റ്സ് യൂസ് ചെയ്യും, അതിനൊക്കെ അതിൻ്റെതായ സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മെയിൻ ആയിട്ടുള്ള ഫോം എന്ന് പറഞ്ഞിട്ടുള്ള എലിമെന്റിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. സോ ഫോം ആട്രിബ്യൂട്ട്സ് ആണ്, ഫോം എലിമെന്റ് ആട്രിബ്യൂട്ട്സ് ആണ് ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഏറ്റവും ഫസ്റ്റത്തെ, ഏറ്റവും മോസ്റ്റ് ബേസിക് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഫോം ആട്രിബ്യൂട്ട് ആണ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. എന്ന് പറയുന്നത് നമ്മളുടെ ഫോമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് ആക്ഷൻ ടാഗ്, ആക്ഷൻ ആട്രിബ്യൂട്ട്. സോ ആക്ഷൻ ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് എന്താണ് ഒരുപാട് ഇതിപ്പോ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ഫോം ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിലെ ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം, ഡേറ്റാസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പേജിലോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ആക്ഷൻ ആട്രിബ്യൂട്ട് ആയിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഡെയിലി ലൈഫിൽ സോഷ്യൽ മീഡിയാസും ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ലോഗിൻ ഫോം, ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു ഇൻസ്റ്റഗ്രാമിന്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയോ ഹോം പേജിനകത്തോട്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. സോ അത് എന്ത് ചെയ്യുന്നത്, ആരാണ് ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് പേജാണോ ഓപ്പൺ ആവേണ്ടുള്ളത് ആ ഒരു പേജിന്റെ റെഫറൻസ് പാത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ആക്ഷൻ ടാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പം എന്താണ്, ഞാൻ ജസ്റ്റ് നമ്മളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ഞാൻ ഇതിൽ ഇൻപുട്ട് ടൈപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, മാറ്റമാണ്. സോ ഇതിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ HTML കോഡ് എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഇത് ഇത്രയാണ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ആൻഡ് നമ്മളുടെ ഓക്കെ, ഇത്രയും സെക്ഷൻ നമ്മൾ ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് കണ്ടന്റ് ചുമ്മാ എഴുതി കൊടുക്കാം. ഓക്കെ, ടാബ് കൊടുത്തതിന് ശേഷം ഒരു H1 കൊടുത്തിട്ട് ഹലോ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു കണ്ടന്റ് ഇവിടെ കൊടുക്കുവാണ്. ആൻഡ് H1 ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി ഞാനിവിടെ സെക്കൻഡിൽ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളുടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പേജ് ഓപ്പൺ ആവണം, നമ്മുടെ ഫസ്റ്റ് ഡോട്ട് HTML ഓപ്പൺ ആവണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഫോം എന്ന് പറയുന്ന നമ്മളുടെ HTML എലമെന്റിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. സോ ആക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഏത് പേജിനകത്തോട്ടാണോ പോകേണ്ടത് ആ പേജിന് നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്ത് കൊടുക്കാം. സോ എക്സ്റ്റൻഷൻ, ഇൻക്ലൂഡിങ് എക്സ്റ്റൻഷൻ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഡോട്ട് HTML കൊടുത്തു, ദെൻ ഡബിൾ കോഴ്സ് ക്ലോസ് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ചെയ്തു. റിഫ്രഷ് ചെയ്തപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്തപ്പോൾ
എങ്ങോട്ട് പോയി? നമ്മളുടെ സെക്കൻഡ് പേജിനകത്തോട്ട് പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പാത്ത് മാറിയിട്ടുണ്ട്. HTML first.html നമ്മൾ എന്തായി? റീഡയറക്റ്റ് ആയിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ പേജ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത ഉടനെ പോയത് നമ്മൾ ഡേറ്റാബേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബാക്ക് എൻഡ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൺലി ഫ്രണ്ട് എൻഡിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. HTML വെച്ചിട്ട് അതിന്റെ ആ ഒരു എന്താണ് കണ്ടന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാന്ന് മാത്രമേ, സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യാന്ന് മാത്രമേ നമ്മളുടെ ഇതുള്ളൂ. ആൻഡ് നമുക്കിപ്പം ആക്ഷൻ വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കും. സാധാരണ ഇതിൽ നമുക്ക് ബാക്ക് എൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡേറ്റാസ് ഒക്കെ പോയി ഡേറ്റാബേസിൽ സ്റ്റോർ ആയിട്ട് ആ ഡേറ്റാബേസിനെയൊക്കെ എന്താണ് അതിന്റെ ഓതന്റിക്കേഷനും ഓതറൈസേഷനും ഒക്കെ നടന്നതിന് ശേഷമാണ് വേറൊരു പേജിനകത്തോട്ട് ലോഡ് ആവുന്നത്. സോ അതിന് നമ്മൾ HTML ഇൻക്ലൂഡ് ആവുന്ന കാര്യമില്ല. HTML ഫ്രണ്ട് എൻഡ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് മെത്തേഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഫോം ടാഗിന്റെ അല്ലെങ്കിൽ ഫോം എലമെന്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെത്തേഡ് എന്ന് പറയും, മെത്തേഡിന് 2 വാല്യൂസ് ആണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും മിക്കുള്ള ക്ലാസ്സിലും ഞാൻ എന്താണ് കണ്ടിന്യൂസ്ലി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് ചിലത് ഇൻബിൽഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസ് കാണും. ചില ആട്രിബ്യൂട്ട്സിന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് ആയിരിക്കും, യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. സോ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഏതൊക്കെ അത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എലമെന്റ്സും ആട്രിബ്യൂട്ട്സും ഒക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇഫ് യു ആർ എ ബിഗിനർ, അത് ഓർത്ത് വിഷമിക്കേ വേണ്ട. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. എല്ലാവർക്കും ഈ സെയിം മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചു തന്നെയാണ് ഒരു പ്രോ ആയിട്ടൊക്കെ മാറുന്നത്. സോ അതൊന്നും ഓർത്തതാവണ്ട. ഓക്കെ, ഇപ്പൊ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻബിൽഡ് ആയിട്ട് 2 വാല്യൂസ് ആണ് ഉള്ളത്. ഒന്ന് പോസ്റ്റും ഒന്ന് ഗെറ്റും. സോ ഗെറ്റ് ആൻഡ് പോസ്റ്റ്, ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തിനാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മെത്തേഡ് ആട്രിബ്യൂട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴുള്ള HTTP റിക്വസ്റ്റ് അല്ലെങ്കിൽ HTTP മെത്തേഡിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റും പോസ്റ്റും മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ URL ആ ഒരു ലിങ്ക് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു HTTP എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പറയാം. HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. സോ അത് ആ ഒരു മെത്തേഡിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗെറ്റും പോസ്റ്റും മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ നമ്മളൊരു വെബ്സൈറ്റിൽ പോവാം. ജസ്റ്റ് നമ്മൾ എന്താണ് google.coin ആ ഒരു വെബ്സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ HTTPS എന്ന് പറഞ്ഞിട്ട് ആ ഒരു URL ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡ് ഏത് മെത്തേഡ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗെറ്റും പോസ്റ്റും യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഗെറ്റ് യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, പോസ്റ്റ് യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കാണാം. അതായത് നമുക്ക് മെത്തേഡ്സിൽ പോസ്റ്റ് ട്രാൻസാക്ഷൻ മെത്തേഡും ഉണ്ട്, ഡേറ്റ ഗെറ്റ് ട്രാൻസാക്ഷൻ മെത്തേഡും ഉണ്ട്. സോ ഗെറ്റ് വെച്ച് ഒരു ഡേറ്റനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ പോസ്റ്റ് വെച്ച് ഡേറ്റനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും നോക്കാൻ പറ്റും. അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ HTTPS മെത്തേഡിന്റെ എന്താണ് മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ മെത്തേഡ് എന്ന് പറയുന്നത് ചുമ്മാ ഗെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് കൊടുക്കാം. ഈ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ലോവർ കേസിൽ എഴുതാം, അപ്പർ കേസിൽ എഴുതാം. പക്ഷെ നമ്മൾ അപ്പർ കേസിൽ തന്നെ എഴുതി കൊടുക്കാം, അതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ്. നമുക്ക് അപ്പർ കേസിൽ തന്നെ കൊടുക്കാം ഗെറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇതിൽ ബാക്ക് എൻഡ് ഡേറ്റാബേസുമായിട്ട് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചാൽ എന്തോ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ ഞാനത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കൺവേ ചെയ്ത് തരാം. അതിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് പോലെയാണ് കാണിക്കാം. ഓക്കെ, സോ ഗെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇവിടെ കുറച്ച് ഡേറ്റാസ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നെയിമും പാസ്വേഡ് പോലുള്ള ഡേറ്റാസ്, ദെൻ നമ്മളുടെ ജെൻഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ലോഗിൻ പേജിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആക്ഷൻ കൊടുത്തത് കൊണ്ട് നമുക്ക് വേറൊരു പേജ് കിട്ടി. അങ്ങനെ വേറൊരു പേജ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഗെറ്റ് മെത്തേഡ് ബൈ ഡീഫോൾട്ട് ആയിട്ട് ഗെറ്റ് മെത്തേഡ് ആയിരിക്കും കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡേറ്റാബേസ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നും ഇവിടെ സംഭവിക്കാത്തത്. ബൈ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഗെറ്റ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് ആയിരിക്കും കിടക്കുന്നത്. നമുക്കിപ്പോ ചേഞ്ച് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ആക്കി കൊടുത്താൽ മാത്രം മതി. സോ ഗെറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഗെറ്റ് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇതേപോലത്തെ വളരെ സെക്യൂർ ആയിട്ടുള്ള
അതായത് പാസ്വേഡ് എന്നൊക്കെ പോലുള്ള കാര്യങ്ങൾ അത്രയും പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ അതിനെന്ത് സംഭവിക്കും? നമ്മൾ ഈ ഒരു URL നമ്മളുടെ ഡേറ്റാസിനെ ഇവിടെ എടുത്ത് കാണിക്കും. സോ നമ്മളുടെ നെയിം ഈസ് ഈക്വൽ ടു ഇത്, പാസ്വേഡ് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞ് നമ്മൾ URL കാണിക്കും. അതിനുശേഷമായിരിക്കും ഗെറ്റ് കിട്ടുന്നത്. സോ നമ്മളുടെ HTTP മെത്തേഡ് സ്പെസിഫൈ ചെയ്യുമ്പോൾ അവിടെ നമ്മളെ ഡേറ്റാസിനെ അവര് എടുത്ത് കാണിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊട്ടും സെക്യൂർ അല്ല. നമ്മൾക്ക് അതായത് നമ്മളുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെയാണ് ഇവിടെ ഷെയർ ആവുന്നത്. സോ അങ്ങനെ വരുമ്പോഴാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഡേറ്റാസ് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒന്നും കാണിക്കത്തില്ല, ജസ്റ്റ് URL മാത്രമേ കാണിക്കത്തുള്ളൂ. അല്ലാതെ അപ്പൊ ഒരുവിധമുള്ള എല്ലാ വെബ്സൈറ്റും നമ്മൾ പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഗെറ്റ് മെത്തേഡ് ആരും യൂസ് ചെയ്യാറില്ല. വേണമെങ്കിൽ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഇതിൽ കാണാൻ പറ്റും നമ്മൾ ഡേറ്റാബേസ് കണക്ട് ചെയ്തിട്ടില്ല, നമ്മൾ ബാക്ക് എൻഡ് അല്ല ഫ്രണ്ട് എൻഡ് ആയിരുന്നു. അങ്ങനെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഡേറ്റാസ് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മളുടെ സെൻഡറിന്റെ ഡേറ്റ സെർവറിനകത്തോട്ട് കൊടുക്കും. ഓക്കെ, സെർവറിനകത്തോട്ട് കൊടുക്കുമ്പം ആ ഡേറ്റ ഏത് ഡേറ്റ ആണോ പാസ് ചെയ്യുന്നത് ആ ഡേറ്റ നമ്മളുടെ URLന്റെ എൻഡിലായിട്ട് കാണിക്കൂല. അങ്ങനെ കാണിക്കുമ്പം അതൊരു എന്താണ് ഇൻസെക്യൂരിറ്റി അല്ലേ? നമുക്കൊരു ഒട്ടും സെക്യൂർഡ് അല്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് യൂസ് ചെയ്യുന്നു. സോ പോസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, നമ്മൾ URL മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പൊ ഇതാണ് ആക്ഷൻ മെത്തേഡ്. ഓക്കെ, മെത്തേഡ് പഠിച്ചു. ഇനി നമുക്ക് ഗെറ്റിന് പറയുന്നുണ്ട് ഇതേപോലെ പോസ്റ്റും യൂസ് ചെയ്യാം കേട്ടോ. പോസ്റ്റ്, ഗെറ്റും പോസ്റ്റും ആണ് രണ്ട് മെത്തേഡ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടാർഗറ്റ്. ഈ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ വേറൊരു എന്താണ് എലമെന്റ് പഠിച്ചായിരുന്നു. അത് എന്താണ്, ഏത് എലമെന്റ് ആയിരുന്നു? നമ്മൾ ആങ്കർ ടാഗ് പഠിച്ചപ്പോ ഈ ഒരു ടാർഗറ്റ് എലമെന്റിനെ പറ്റിയിട്ട് പഠിച്ചായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് പറഞ്ഞേ. എന്റെ ഒരു ട്യൂട്ടോറിയൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മളെ ടാർഗറ്റ് ആട്രിബ്യൂട്ട് കൊണ്ടുള്ള യൂസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ. ഞാൻ പറയാം, നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ, ബിഗിനർ ആണെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ ടാർഗറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്തപ്പോ എന്തായി? ആ ഒരു കറണ്ട് പേജിനെ റിഫ്രഷ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു പേജ് വന്നത്. ഓക്കെ, അല്ലാതെ പുതിയൊരു പേജിനകത്തുള്ള കറണ്ട് പേജിൽ തന്നെ അത് റിഫ്രഷ് ആയിട്ടാണ് വന്നത്. നമുക്ക് ഇവിടെ ബാക്ക് അടിക്കാം. സോ ലോഗിൻ ചെയ്തപ്പോൾ ആ ഒരു കറണ്ട് പേജ് റിഫ്രഷ് ആയി ഇത് വന്നു. സോ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ആര് യൂസ് ചെയ്ത്? നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്തൊക്കെയാണ് ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു ടാർഗറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. കൊടുക്കാതെ തന്നെ അതൊരു കറണ്ട് ആയിട്ടുള്ള ഫോമിൽ തന്നെയാണ് വന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് വാല്യൂ ആണ് സെൽഫ് എന്ന് പറയുന്നത്. സെൽഫ്. സോ അതെന്ന് പറയുന്നത് ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ആണ്. നമ്മൾ അത് സെറ്റ് ചെയ്തില്ലെങ്കിലും കറണ്ട് പേജിൽ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഇനി നമ്മളിപ്പോ നമുക്ക് കറണ്ട് പേജിൽ വേണ്ട, പുതിയ ഒരു പേജിനകത്തോട്ട് പോയിട്ട് വേണം അത് കാണണമെങ്കിൽ എന്ത് ചെയ്യും? ടാർഗറ്റിന് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? അണ്ടർസ്കോർ, ഒരു ഡാഷ് അണ്ടർസ്കോർ ദെൻ ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ പുതിയ ഒരു പേജിനകത്തോട്ട് അത് ലോഡായിട്ട് വരും. സോ ബ്ലാങ്ക് എന്ന് കൊടുത്തു. സോ ഒന്ന് സേവ് ചെയ്ത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റി പുതിയൊരു പേജ്. ഇതാണ്ട് ഈ പേജിൽ നമ്മുടെ HTML ഫോംസ് ഇതാണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ ഒരു URL സെക്ഷന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജിൽ ഒരു കറണ്ട് ന്യൂ വിൻഡോ ഓപ്പൺ ആയിട്ട് വരികയാണ് ചെയ്തത്. പക്ഷെ നേരത്തെ ഗതിയിൽ എങ്ങനെയാണ് വന്നത്? നമ്മളിപ്പോ കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് HTML ട്യൂട്ടർ വന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്താൽ ഇപ്പൊ ഒരു ഇതേ വന്നുള്ളൂ, കറണ്ട് പേജിൽ തന്നെ ലോഡായി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആയിരുന്നെങ്കിലോ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ അത് പുതിയൊരു ന്യൂ വിൻഡോയിലായിരിക്കും അത് ഡിസ്പ്ലേ ആകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സെൽഫ് എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ട് ആണ്. നമുക്ക് ഈ സെൽഫ് എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കിയാലോ. സോ ഇവിടെ വന്ന് സേവ് ചെയ്തു, ഇതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ആ ഒരു പേജിൽ തന്നെയാണ് വരുന്നത്. സോ ബൈ ഡീഫോൾട്ട് ആയിട്ട് സെൽഫ് ആണ് അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ബ്ലാങ്കും സെൽഫും ആണ് നമ്മൾ
അതായത് സെൽഫ് എന്ന് വെറുതെ കൊടുത്താൽ പോലെ അണ്ടർസ്കോർ കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാങ്ക് എന്നും വെറുതെ കൊടുക്കരുത്, അണ്ടർസ്കോർ ഫ്രണ്ടിലായിട്ട് കൊടുക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടാർഗറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആക്ഷൻ ആട്രിബ്യൂട്ട് പഠിച്ചു, മെത്തേഡ് ആട്രിബ്യൂട്ട് പഠിച്ചു, ടാർഗറ്റ് ആട്രിബ്യൂട്ട് പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ഓട്ടോ കംപ്ലീറ്റ്. സോ ആ ആട്രിബ്യൂട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിന് നമുക്ക് രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്. ഒന്ന് ഓണും ഒന്ന് ഓഫും ആണ്. ഓക്കെ, അപ്പൊ ഓട്ടോ കംപ്ലീറ്റ് വഴി എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓട്ടോ കംപ്ലീറ്റ് എന്താണ്, ഈ ഒരു ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇത് ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ അതിനുശേഷം ഫോമില് ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈക്വൽ ടു ഇട്ടിട്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ ഓൺ എന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്, ഓൺ ആക്കി വെക്കുകയാണ്. ഓക്കെ, ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഫോം ജസ്റ്റ് ഫില്ല് ചെയ്യാം. ഞാൻ ഇപ്പൊ ഫില്ല് ചെയ്യാൻ പോവാണ്. ഷെഫ്ന ദെൻ ജസ്റ്റ് പാസ്വേഡ് ABC എന്ന് പാസ്വേഡ് കൊടുത്തു. ഓക്കെ, ദെൻ ജെൻഡർ ഫീമെയിൽ ഒക്കെ കൊടുത്തു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ ലോഗിൻ ചെയ്തു. ഓക്കെ, ലോഗിൻ ചെയ്തു. നേരത്തെ ഇവിടെ ഇത് ആക്ഷൻ കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ ബാക്കിൽ പോയിട്ട് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യും. റിഫ്രഷ് ചെയ്തിട്ട് ഇനി നമ്മൾ നെയിമിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ റിഫ്രഷ് ചെയ്തു നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഓക്കെ ഇപ്പൊ നമ്മള് ഈ ഒരു ഓട്ടോ കംപ്ലീറ്റില് നമ്മൾ ഓൺ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഇതില് ഡേറ്റാസിന്റെ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അതിവിടെ വരും. സാധാരണ ഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്ത് പിന്നെ റിഫ്രഷ് ചെയ്ത് വീണ്ടും ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മള് നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഡേറ്റാസ് ഇവിടെ നമുക്ക് എന്തായിട്ട് വരും? സജഷൻസിൽ വരും. അങ്ങനെ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് എന്തുകൊണ്ടാണ് ഇവിടെ വരാത്തതെന്ന് വെച്ചാല് സാധാരണ ഇതിൽ വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഒരു നെയിം കൊടുത്തു, അത് പോയി ഒരു ഡേറ്റാബേസിൽ സ്റ്റോർ ആവും. സ്റ്റോർ ആയതിനു ശേഷം ആ നെയിമാണ് നമുക്ക് വീണ്ടും റിഫ്രഷ് ചെയ്യുമ്പോൾ സജഷനിൽ വരുന്നത്. ഇവിടെ നമുക്ക് ഡേറ്റാബേസ് ഇല്ല. അതായത് നമ്മൾ HTML ജസ്റ്റ് സ്റ്റൈലിംഗ് മാത്രമേ, ഫ്രണ്ട് ആ ഒരു ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുത്ത ഡേറ്റ അവർ എന്തുവാണെന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം അത് നമുക്ക് എന്താണ് ഒരു സജഷനിൽ കാണിച്ചു തരത്തുള്ളൂ. ഇവിടെ നമുക്ക് ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മളുടെ ബ്രൗസറിന് അറിയത്തില്ല നമ്മൾ ഏതാ നേരത്തെ കൊടുത്തതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടാത്തത്. സോ ഓട്ടോ കംപ്ലീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളിപ്പം ഒരു ഫോം ഫില്ല് ചെയ്തു, എന്തെങ്കിലും ഒരു എററോ കാര്യങ്ങളോ വന്ന് വീണ്ടും നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് നമ്മളുടെ യൂസറിന്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ യൂസറിന് ഒട്ടും ബോറാക്കാത്ത രീതിയിൽ നമുക്കൊരു വെബ് പേജ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ വീണ്ടും ഒരേപോലെ നമ്മൾ ഈ ഡേറ്റാസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്തെങ്കിലും ഒരു എററോ കാര്യങ്ങളോ വന്നാൽ വീണ്ടും ഒരേപോലെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട വരും. പക്ഷെ ഈ ഓട്ടോ കംപ്ലീറ്റ് ഓൺ ആണെങ്കിൽ എന്താ പറ്റുക? നമ്മളിപ്പോ ഇവിടെ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്കിപ്പം അഥവാ റിഫ്രഷ് ചെയ്യേണ്ടി വന്നാലും നമ്മളിപ്പം ഇവിടെ നെയിം കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ സജഷനിൽ വരും നമ്മൾ നേരത്തെ എന്തുവാണ് ടൈപ്പ് ചെയ്തുള്ളത്. അത് അപ്പൊ അതാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എളുപ്പമാണ് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഓട്ടോ കംപ്ലീറ്റ് ഓൺ ആക്കി വെക്കുന്നത്. ഇപ്പൊ ഓട്ടോ കംപ്ലീറ്റ് ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓഫ് ആക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഓഫ് ആക്കി കൊടുക്കുക. നമ്മളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചായിരിക്കണം ആ ഒരു എന്ത് റിക്വയർമെന്റ് ആണോ അതനുസരിച്ച് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും ഓട്ടോ കംപ്ലീറ്റ് ഓൺ ആയിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ നമുക്ക് റിസൾട്ട് കാണിച്ചു തരാൻ പറ്റാത്തതാണ്. ഞാൻ അവസാനം അങ്ങനെ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തൊക്കെ കാണിക്കാം. അപ്പൊ ഓട്ടോ കംപ്ലീറ്റ് കൊണ്ടാണ് അതവിടെ സജഷനിൽ വരുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ നേരത്തെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ ഓട്ടോ കംപ്ലീറ്റ് ഓൺ ആക്കി വെച്ചേക്കുന്നത് കൊണ്ടാണ്. സോ അതിനാണ് ഓട്ടോ കംപ്ലീറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓണും ഉണ്ട് വാല്യൂ, ഓഫും ഉണ്ട് കേട്ടോ. നമുക്ക് ഓഫ് ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം, ഓണൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത ആട്രിബ്യൂട്ട് ആണ് നോ വാലിഡേറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. സോ നോ വാലിഡേറ്റ് ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ഈ ഒരു എക്സാമ്പിൾ നോക്കണ്ട, ഞാൻ പറയാം. നമ്മളിപ്പോ ഒരു ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒരു ലോഗിൻ ഫോമിൽ നമ്മൾ ലോഗിൻ ചെയ്യുവാണ്. അപ്പോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ സൈൻ അപ്പ് ചെയ്യുവാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് റൂൾസ് കാണും. ഇൻസ്റ്റഗ്രാമിലൊക്കെ റൂൾസ് കാണും. അതിന്റെ യൂസർ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്തുകൂടാ, ഒൺലി നമ്പേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് ഒക്കെ മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റൂൾസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇമെയിൽ ID ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇമെയിൽ ID കൊടുത്തില്ലെങ്കിൽ ആ ഇമെയിൽ ID കറക്റ്റ് അല്ല, വാലിഡേറ്റ് അല്ല, ഇങ്ങനെ ഒരു ഇമെയിൽ ID ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ സജഷൻസ് ഒക്കെ വരാറുണ്ട് അല്ലെ. അതായത് അപ്പൊ അവിടെ നടക്കുന്നത് വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്.
അതായത് നമ്മൾ കറക്റ്റ് ഡേറ്റാസ് ആണോ കൊടുക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും. അതിന്റെ കുറച്ച് റൂൾസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് അതുവഴിയാണ് നമ്മൾ വാലിഡേഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പം ഡേറ്റാസ് ഒക്കെ എൻറ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ നെയിം കൊടുക്കുന്നിടത്ത് നമ്മൾ 1 2 3 എന്നൊക്കെ പറഞ്ഞു കൊടുത്താലോ അതൊരു നെയിം ആണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ നമ്മളിതൊരു ആക്ച്വൽ വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ലോഗിൻ ചെയ്യുമ്പോൾ അവരതിൽ നമുക്ക് ഇറർ മെസ്സേജ് കാണിക്കും. ഇത് ഡിജിറ്റ്സ് കൊടുത്തുവിടാൻ നമുക്ക് എന്താണ് ആൽഫബറ്റ്സ് മാത്രമേ കൊടുക്കാവൂ എന്നായിരിക്കും നമ്മൾ ഒരു ഇറർ മെസ്സേജ് കാണിക്കുന്നത്. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മൾ അതിന് വാലിഡേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് തോന്നിയത് പോലെ ഒരു ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്തൂടെ? അപ്പം നമ്മൾ നോ വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ആട്രിബ്യൂട്ട് അവിടെ ജസ്റ്റ് അതിന് വാല്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് നോ വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരു ആട്രിബ്യൂട്ട് ആണ്, അതിന് വാല്യൂസ് ഒന്നുമില്ല. കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫീൽഡ് വാലിഡേറ്റ് ചെയ്യൂല. വാലിഡേറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? സബ്മിറ്റ് ആവും. ഇപ്പൊ അഥവാ നമ്മൾ നമ്പർ കൊടുത്താലും ഇൻ കേസ് നമ്മൾ ഇവിടെ നോ വാലിഡേറ്റ് എന്നാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോമിനെ മൊത്തത്തിൽ എന്താവത്തില്ല, അത് വാലിഡേഷൻ നടക്കത്തില്ല, അല്ലാതെ തന്നെ ലോഗിൻ ആയിട്ട് പോകും. സോ നോ വാലിഡേറ്റ് സെറ്റ് ചെയ്താൽ സോ നോ വാലിഡേറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതിനാണ് നമ്മൾ നോ വാലിഡേറ്റ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് കമന്റിൽ ചോദിക്കുക കേട്ടോ. ഇനി വേറൊരു ആട്രിബ്യൂട്ട് ആണ് നെയിം എന്ന് പറയുന്നത്. നമ്മളുടെ ഫോമിന് നമുക്ക് ഒരു നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഈ ഫോം നമുക്ക് പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ അതിനൊരു നെയിം കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അതായത് ബ്രൗസറിന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെയിം കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നെയിം. ഇപ്പൊ ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഇൻബിൽട്ട് ആയിട്ടുള്ളതല്ല. ഇങ്ങനത്തെ നെയിം എന്നൊക്കെ പറയുന്ന ആട്രിബ്യൂട്ട്സ് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു ബ്രൗസറിനുള്ള അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോം പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നെയിം ആട്രിബ്യൂട്ട് ഒക്കെ യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഫോം 1 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നെയിം ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഇത്രയാണ് ഫോം ആട്രിബ്യൂട്ട്സ് വരുന്നത്. ഏകദേശം ഇത്രയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കുക, സജഷൻസ് ഒക്കെ പറയാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകും. അപ്പൊ ലൈക്ക് ചെയ്യുന്ന വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതായത് ഇപ്പൊ HTML ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളുടെ റെക്കമെൻഡിൽ ചെല്ലും. സോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. ബൈ.